പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം, ജീവനുള്ള വചനം, പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട വചനം, ആത്മനിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടിയനെ അങ്ങ് സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും കേൾക്കുന്ന വചനം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ അങ്ങ് ഇതിലൂടെ സഹായിക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 15 and 16. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരസ്യപ്രവർത്തനം കഴിഞ്ഞ് കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി തൻ്റെ അരുമ ശിഷ്യന്മാരെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്ന തിരുവചനമാണ് നാം ഇവിടെ വായിച്ചത്. നമുക്കറിയാം, ഒരു ഡിഗ്രി, ഒരു കോഴ്സ് 3 വർഷം അല്ലെങ്കിൽ 3-4 വർഷമൊക്കെയുമുള്ള കോഴ്സുകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അവിടെ ഒരു കമൻസ്മെൻറ്റ് സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് നടത്താറുണ്ട്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയും ഇത് സർവ്വസാധാരണമാണ്. ആ കമൻസ്മെൻറ്റ് സ്പീച്ചിൽ കഴിഞ്ഞ 3 വർഷം 4 വർഷം പഠിച്ച് ആ പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റിന് യോഗ്യത ലഭിച്ചവരോടുള്ള അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗമാണ് നടക്കാറുള്ളത്. അവർ പഠിച്ച വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന പണത്തെക്കുറിച്ചോ ഒന്നുമല്ല പ്രസംഗിക്കാറുള്ളത്. പ്രത്യേകിച്ച് അവർ സമൂഹത്തിന് നൽകേണ്ട മാതൃകപരമായ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സമൂഹത്തിന് നൽകേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ഉള്ള പ്രസംഗമായിരിക്കും സാധാരണ ആ കമൻസ്മെൻറ്റ് സ്പീച്ചിൽ നടത്താറുള്ളത്. ഇവിടെ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ കർത്താവിനെ ഒറ്റിക്കൊടുത്തു, തൂങ്ങി മരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ശേഷിച്ച 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷക്കാലം തന്നോടൊപ്പമായിരുന്ന ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഒരു കളരിയിൽ, ഒരു അഭ്യസനത്തിൽ ആയിരുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് അവസാനം ഒരു കമൻസ്മെൻറ്റ് സ്പീച്ച് നൽകുന്നത് പോലെ നൽകുന്ന ഉപദേശമാണ് നാം വായിച്ചത്. കഴിഞ്ഞ 3.5 വർഷക്കാലം കർത്താവ് അവരെ വിളിച്ച് ശിഷ്യഗണത്തിലേക്ക് അല്ലെങ്കിൽ അപ്പോസ്തല ഗണത്തിലേക്ക് ആക്കിയതിന് ശേഷം അനേക കാര്യങ്ങൾ പഠിക്കുവാൻ, കർത്താവിനോടൊപ്പം സഞ്ചരിച്ച് മനസ്സിലാക്കുവാനൊക്കെയും അവർക്ക് കഴിഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സർവോപരി യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശു എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നതെന്നൊക്കെയും വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവർക്ക് അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിനുശേഷം കർത്താവ് ഈ ലോകത്ത് നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്താണ് നിങ്ങൾ പ്രസംഗിക്കേണ്ട സുവിശേഷം? സുവിശേഷം എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിൽ ഉള്ള പുസ്തകങ്ങളിൽ 4 പുസ്തകങ്ങൾ സുവിശേഷമെന്ന് നാം വിളിക്കുന്നു. വിശുദ്ധ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും ആണ് സുവിശേഷങ്ങൾ. ഈ സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ ക്രൂശുമരണവും ഉയർപ്പുമൊക്കെയുമാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള അറിവാണ് ഈ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങൾ, ഉപമകൾ, അത്ഭുതങ്ങൾ, ഇതൊക്കെയും നാം വായിക്കുന്നത് ഈ 4 സുവിശേഷങ്ങളിലാണ്. അപ്പോൾ ഇതാണ്
ലോകത്തോട് പ്രഘോഷിക്കുവാൻ തക്കോണം കർത്താവ് ഈ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിട്ട് കടന്നു പോകുന്നത്. തന്നോടൊപ്പം നടക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ, സുവിശേഷം, അത് പ്രസംഗിക്കുവാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷമാണ് കർത്താവ് കടന്നു പോകുന്നത്. എന്നിട്ട് 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ യേശുവിനെക്കുറിച്ച്, യേശു എന്തിനീ ലോകത്തേക്ക് വന്നു, യേശു എന്താണ് നമ്മെ പഠിപ്പിച്ചത്, യേശുവിൻ്റെ പ്രവർത്തനം എന്താണ് എന്നൊക്കെയും പ്രസംഗിക്കുവാൻ പറയുകയാണ്. അത് കേട്ട് വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആ വിശ്വാസം മുഖാന്തരമായി തീരും. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശുവിനെക്കുറിച്ചുള്ള ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാത്തവർക്ക് ശിക്ഷാവിധിയാണ് അവർക്ക് ലഭ്യമാകുന്നത്. മറിച്ച് വിശ്വസിക്കുന്നവർക്കോ അവർക്ക് നിത്യരാജ്യം, രക്ഷിക്കപ്പെടുന്ന ഒരു വലിയ പദവിയിലേക്ക് അവരെ ചേർക്കപ്പെടും എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശു ഏകരക്ഷകനാണ് എന്നുള്ള സുവിശേഷം ലോകത്തെ അറിയിക്കുവാനുള്ള ചുമതലയാണ് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്നത്. ഇത് മഹത്തായ പ്രേക്ഷിത ദൗത്യം എന്ന് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രേക്ഷിത ദൗത്യമാണ് ശിഷ്യന്മാർക്കും തുടർന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ചുമതല. കാരണം യേശുവിൽ വിശ്വസിക്കാതെ നിത്യജീവൻ, രക്ഷയുടെ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിക്കും വരുവാൻ സാധ്യമാകുകയില്ല. ഇന്ന് ക്രൈസ്തവർ ഏറ്റവും വലിയ മതമായി ലോകത്ത് ആണെങ്കിൽ പോലും ക്രൈസ്തവരിൽ തന്നെ നല്ലൊരു പങ്കും ആളുകൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശു ഏകരക്ഷകനാണ് എന്ന് വിശ്വസിക്കുന്നവർ എത്ര ശതമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാം പോലും സംശയിച്ചു പോകും. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ യേശുവിൽ വിശ്വസിക്കാതെ രക്ഷയില്ല. യേശു വഴി മാത്രമേ സ്വർഗത്തിലെത്തുവാൻ നമുക്ക് കഴിയുള്ളൂ. കർത്താവ് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കഴിയുകയില്ല. യേശു ഏകരക്ഷകനാണ്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല, യേശുവിൻ്റെ നാമം മാത്രമാണ് രക്ഷയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവാം ദൈവം മനുഷ്യനെ ഏദനിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവനോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം, ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അതായത് പാപം ചെയ്ത ആദത്തെയും ഹവ്വായെയും ഏദനിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് അവരോടും അതോടൊപ്പം തന്നെ പിശാചിനോടും പറയുന്ന കാര്യമാണ് നമ്മുടെ കാണുന്നത്. സ്ത്രീയും, അതായത് ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും, ഇത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നൂറ്റാണ്ടുകൾ എടുത്തുവെങ്കിൽ പോലും തിരുവചനം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ പുതിയ നിയമത്തിലേക്ക് വരുന്നത് വരെയും യേശുവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുവിലേക്കുള്ള നിഴലായി ഉള്ള അരുളപ്പാടുകൾ, പ്രവചനങ്ങളാണ് നാം കാണുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയും അവിടെ നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശു എവിടെ ജനിക്കും, ഏത് ഗോത്രത്തിൽ നിന്ന് ജനിക്കും, യേശു ആരാണ്, യേശു എങ്ങനെ ജനിക്കും, യേശു എങ്ങനെ മരിക്കും എന്നൊക്കെയുമുള്ള പ്രവചനങ്ങൾ, ഏതാണ്ട് 300-ലധികം പ്രവചനങ്ങൾ നൂറ്റാണ്ടുകളായി ദൈവം
പ്രവാചകന്മാരോട് അരുളി ചെയ്ത പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ ജനനവും മരണവും. അപ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ കേന്ദ്രബിന്ദു യേശുവാണ്. പഴയ നിയമം യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശു വഴി മാനവരാശിയുടെ രക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ, തുടർന്നുള്ള സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, യേശുവിൻ്റെ ഉപമകളെക്കുറിച്ച്, രക്ഷയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നാം വായിക്കുകയാണ്. അപ്പോൾ യേശുവാണ് തിരുവചനത്തിൻ്റെ വിശുദ്ധ ബൈബിളിൻ്റെ കേന്ദ്ര ബിന്ദു. ആ യേശുവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ അരുളി ചെയ്യുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശുവിൻ്റെ ജനനം. ആ യേശുവിൽ വിശ്വസിക്കാതെ രക്ഷ എന്ന വലിയ സൗഭാഗ്യം ഒരു മനുഷ്യനും ഉണ്ടാകുകയില്ല. ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ചാൽ രക്ഷ ഉണ്ടാകുകയില്ല. രക്ഷ യേശുവിലൂടെ മാത്രമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറയുന്നത് അതുകൊണ്ടാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, പിതാവിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ ആ യേശുവിൽ വിശ്വസിക്കാതെ രക്ഷ ഉണ്ടാകുകയില്ല. ആ സുവിശേഷമാണ് ലോകത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിട്ട് യേശു ഈ ലോകത്തു നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത്. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 19ഉം 20ഉം തിരുവചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ച ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിക്കുമ്പോൾ അവർ മറ്റൊരു വ്യക്തിത്വമായി മാറുകയാണ്. ഭയത്തോടുകൂടി യഹൂദന്മാരെ ഭയന്ന് മുറികളുടെ ഉള്ളിൽ ആയിരുന്ന ശിഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങുകയാണ്, തെരുവീതിയിലേക്ക് ഇറങ്ങുകയാണ്. കർത്താവിനെക്കുറിച്ച് അവർ പ്രഘോഷിക്കുകയാണ്. യേശു ആരാണെന്ന് ഉള്ള പ്രഘോഷണം അവിടെ നടക്കുകയാണ്. അത്ഭുതങ്ങൾ അവരിലൂടെ സംഭവിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. തുടർന്ന് ആ സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് പ്രസംഗിക്കുന്ന പത്രോസ്, ന്യായാധിപ സംഘത്തോട് പ്രസംഗിക്കുന്ന ഭാഗം നാം 4-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. എന്നിട്ട് അവരോട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് പറയുകയാണ്. 4-ാം അധ്യായത്തിന് 8-ാമത്തെ തിരുവചനം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായവരെ, ഈ ബലഹീന മനുഷ്യന് ചെയ്ത നന്മ പ്രവൃത്തി നിമിത്തം ഇവൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു എന്ന് ചൊല്ലി ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം, ഈ മനുഷ്യന്, മുടന്തനായ ഈ മനുഷ്യന് സൗഖ്യം ലഭിച്ചത് യേശു നൽകിയതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. എന്നിട്ട് നാം വായിക്കുന്നു, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും മൂലക്കല്ലായി തീർന്ന കല്ല് അവൻ തന്നെ, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഇതാണ് ശിഷ്യന്മാരുടെ സാക്ഷ്യം. ഈ സാക്ഷ്യം യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശു ഏകരക്ഷകനാണ്, യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള സത്യം ലോകത്തോട് പറയുവാനുള്ള ഒരു വലിയ ചുമതല യേശുവിൽ വിശ്വസിക്കുന്ന, യേശു ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ച് നന്മ പ്രവൃത്തികൾ മാത്രം ചെയ്താൽ നമുക്ക് രക്ഷയുണ്ടാകുമെന്ന് കരുതുന്ന അനേകരെ ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ പോലും നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് പുതിയ തലമുറകൾ മറ്റാർക്കും ഉപദ്രവമോ ദ്രോഹമോ ചെയ്യാതെ മറ്റുള്ളവരെ സഹായിച്ചാൽ മതി എന്ന് കരുതുന്ന അനേകരെ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. എന്നാൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഇതാണ് ഇവിടെ
കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ സുവിശേഷം പ്രഘോഷിക്കുവാൻ പറയുന്നത്. സുവിശേഷം എന്ന് പറയുമ്പോൾ യേശു ഏക രക്ഷകനാണ് എന്നുള്ള സത്യം, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ എന്നേക്കുമായി നമ്മുടെ പാപങ്ങൾ മോചിക്കുവാൻ അവൻ നിത്യബലിയായി തീർന്നു എന്നുള്ള സത്യം അനേകരോട് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അപ്പോൾ ഈ നിത്യമായി നാം ചെയ്ത അല്ലെങ്കിൽ ചെയ്തു പോകുന്ന പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം അവൻ നമുക്ക് ഒരിക്കലായി എന്നേക്കുമായി അവൻ സ്വയം ബലിയായി തീർന്നു എന്നുള്ള സത്യം മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അടുത്തിടയിൽ ഞാൻ ഒരു കമൻസ്മെൻറ്റ് സ്പീച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് ഒരു മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് പാസ്സാകുന്ന അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഏതാണ്ട് 1200-ത്തിലധികം വരുന്ന മിലിറ്ററി കേഡറ്റ്സിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കമൻസ്മെൻറ്റ് സ്പീച്ചായിരുന്നു. ആ കമൻസ്മെൻറ്റ് സ്പീച്ചിൽ ചില വ്യക്തികളെ പ്രത്യേകമായി പേരുകൾ എടുത്തു പറഞ്ഞ് അവരുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചൊക്കെയും അദ്ദേഹം പ്രസംഗിക്കുകയും അതിലൊന്ന് പേരെ സ്റ്റേജിലേക്ക് വിളിച്ച് അവരെ അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അതോടൊപ്പം തന്നെ ആ കമൻറ്റ് സ്പീച്ചിനിടയിൽ ചില വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവർ ചെയ്ത പെറ്റി ക്രൈംസ് എന്താണെന്ന് പറയുകയും അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സംഭവം കാണുവാൻ തക്കോണം ഇടയായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ഇവരൊക്കെയും ചെറിയ കുറ്റകൃത്യങ്ങൾ, ഒരുപക്ഷെ മദ്യപാനം എന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളാകാം. എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഇവർക്കെല്ലാം അവരെ ക്ഷമിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആ കുറ്റകൃത്യങ്ങൾ ഇളച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിച്ചു. കാരണം അദ്ദേഹം കമാൻഡർ ഇൻ ചീഫാണ്, ഈ മിലിറ്ററിയുടെയൊക്കെയും ഏറ്റവും അധിപനായ വ്യക്തിയാണ്, അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ മിലിറ്ററിയിൽ അവരെ സെർവ് ചെയ്യണമെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ആ കുറ്റകൃത്യങ്ങൾ മോചിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആ കമാൻഡർ ഇൻ ചീഫ് അവിടെ എഴുന്നേറ്റ് നിന്ന ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത എല്ലാവരെയും ആ കുറ്റകൃത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അതിനുശേഷമാണ് ഈ 1200-ൽ പരം വരുന്ന ഈ മിലിറ്ററി കേഡറ്റ്സിന് സർട്ടിഫിക്കറ്റ് നൽകിയത്. അപ്പോൾ ഇതൊരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? യേശു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ നമുക്ക് പാപമോചനം നൽകുവാൻ തക്കവണ്ണം അവൻ സ്വയം ബലിയാടായി തീർന്നു. എന്നേക്കും നമ്മുടെ പാപങ്ങൾ ആ ബലിയിലൂടെ ക്ഷമിക്കപ്പെടുകയാണ്. നാം അത് ഏറ്റുപറയുക എന്നുള്ള ഒരേ ഒരു ഉത്തരവാദിത്വം മാത്രമാണ് നമുക്കുള്ളത്. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തോട് നാം ഏറ്റുപറഞ്ഞാൽ ഏത് പാപമായിരുന്നാലും അത് ക്ഷമിക്കുകയും ആ യേശുവിൽ വിശ്വസിക്കുക മൂലം രക്ഷയുടെ വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് വരുവാൻ തക്കവണ്ണം കഴിയുകയും ചെയ്യും. അവിടെ ജാതി മത ഭേദമില്ലേ. അപ്രകാരം യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും യേശു സ്നേഹിക്കുകയും ഈ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഈ ദൗത്യമാണ് നമ്മളിൽ ഓരോരുത്തരിലും ദൈവം അല്ലെങ്കിൽ യേശു നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ 17-ാം അധ്യായം മഹാപുരോഹിതൻ്റെ പ്രാർത്ഥനയെന്ന് വേദപണ്ഡിതന്മാർ വിളിക്കുന്നുണ്ട്. കാരണം എന്താണ്? യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിൽ പ്രത്യേകമായി നാം മനസ്സിലാക്കുക, 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാരെ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക. എന്നിട്ട് യേശു പ്രാർത്ഥിക്കുകയാണ് 17-ാം അധ്യായത്തിൽ, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരിലൂടെ ഇവർ വിശ്വസിക്കുവാൻ പോകുന്ന ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ലോകത്ത് ജനിക്കുവാൻ പോകുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും യേശു അന്ന് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നും യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം ചെയ്യുകയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം തെറ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥം ചെയ്യുകയാണ്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൽ വിശ്വസിക്കുക മൂലം ആ വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കഴിയും. പക്ഷേ ഇത് സാധ്യമാകുന്നത് ഈ സുവിശേഷം, യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവരോട്, യേശുവിനെ അറിയാത്തവരോട് നാം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് പറയുമ്പോൾ മാത്രമേ
അത് സാധ്യമാകുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നാം റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വീണ്ടും വായിക്കുകയാണ്. 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക യേശുവിലുള്ള വിശ്വാസമാണ്. യേശു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഈ രക്ഷയിലേക്ക് വരുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാം വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ സാക്ഷ്യം, യേശു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് തരുന്ന നന്മകൾ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാൻ, അതാണ് വായുകൊണ്ട് ഏറ്റുപറയുന്ന സാഹചര്യം. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുമ്പോഴാണ് ഈ രക്ഷയിലേക്ക് നമുക്ക് വരുവാൻ തക്കവണ്ണം കഴിയുന്നത്. തുടർന്ന് നാം വായിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല എന്ന തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ വ്യത്യാസമില്ല. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക മാത്രമാണ് ഈ രക്ഷയിലേക്ക് വരുവാൻ ഉള്ള യോഗ്യതയായി ദൈവം കണക്കാക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ തങ്ങൾ വിശ്വസിക്കാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? തങ്ങൾ കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ അവർ എങ്ങനെ കേൾക്കും? അപ്പോൾ ഈ യേശു ഏക രക്ഷകനാണ് എന്നുള്ള സുവിശേഷം എല്ലാ ജനതയും അറിയണം. ആ ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകൾ യേശു ഏകരക്ഷകനാണ് എന്നറിഞ്ഞുകൂടാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. അവരോട് യേശുവിനെക്കുറിച്ചൊന്ന് പറയുവാൻ, അവരെ ക്രൈസ്തവനാക്കുവാനോ അല്ലെങ്കിൽ അവനെ മതം മാറ്റുവാനോ ഒന്നുമല്ല. പിന്നെ ഏകരക്ഷകൻ യേശുവാണ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നു എന്നുള്ള ആ സത്യം മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു വലിയ ചുമതല എനിക്ക് നിങ്ങൾക്കുമുണ്ട്. അതിന് ഉള്ള പരിശ്രമം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ശിഷ്യന്മാരെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാർക്ക് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന ഏവരിൽക്കും എനിക്കും നിങ്ങൾക്കും ഒരുപോലെയുണ്ട്. അതിന് പ്രത്യേകമായി സുവിശേഷകനോ അല്ലെങ്കിൽ പാസ്റ്റേഴ്സോ അച്ഛന്മാരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലുമുള്ള ചുമതലയാണ് യേശുവിനെ അറിയാത്ത വ്യക്തി, യേശു ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ യേശുവിനെക്കുറിച്ച് പറയുക എന്നുള്ള ദൗത്യം. തുടർന്ന് നാം വായിക്കുകയാണ്, എന്നാൽ തങ്ങൾ വിശ്വസിക്കാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? തങ്ങൾ കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നവൻ പ്രസംഗിക്കുന്നവനില്ലാതെ അവർ എങ്ങനെ കേൾക്കും? അയക്കപ്പെടാതെ അവർ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും അവർ എല്ലാവരും സുവിശേഷം അറിയിച്ചില്ല. കർത്താവെ, ഞങ്ങൾ പ്രസ്താവിച്ചത് അവർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് ചോദിക്കുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും, സുവിശേഷത്താൽ. ക്രിസ്തുവിൻ്റെ വചനം സുവിശേഷം. ആ സുവിശേഷത്താൽ, ആ സുവിശേഷം കേട്ടാണ് ഒരുവൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ സുവിശേഷം മറ്റുള്ളവരോട് പറയാതെ എങ്ങനെ അവർ വിശ്വസിക്കും? യേശു ഏകരക്ഷകനാണ്. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്തുവാൻ, രക്ഷയിലേക്ക് വരുവാൻ സാധ്യമാകൂ എന്നുള്ള സത്യം പ്രസംഗിക്കുവാൻ, പറയുവാൻ ചുമതലപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നാം അത് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചും നാം അവിടെ വായിക്കുകയുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ഇത് പറയുക എന്നുള്ള ദൗത്യം നമ്മുടെ ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുകയാണ്. അത് കേട്ടിട്ടും വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആരും ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഓരോ വ്യക്തിയും ഈ രക്ഷ എന്ന മഹത്തായ അനുഗ്രഹത്തിലേക്ക് വരുവാൻ
യേശു ആഗ്രഹിക്കുകയാണ്, ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്നത് യേശുവിനെക്കുറിച്ച് നാം പ്രസംഗിക്കുമ്പോഴാണ്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കുവാനോ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കുവാനും കഴിയുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യേശു ഏകരക്ഷകൻ എന്നുള്ള സത്യം അനേകരോട് പറയുവാൻ, അവർ അങ്ങനെ വിശ്വാസത്തിലേക്ക് നേടുവാൻ, അവരും നാം അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാൻ മുഖാന്തരമായി തീരട്ടെ. ഇതാണ് ഓരോ ക്രൈസ്തവനിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഈ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവസാനം പറയുന്ന വാക്കുകൾക്ക് വളരെ വില നാം നൽകാറുണ്ട്. യേശുവിൻ്റെ അവസാന വാക്കുകളിൽ ചിലതാണ് നാം വായിച്ചത്. അവൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ പ്രത്യക്ഷനായി അവരോട് പറയുകയാണ്. 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, പിന്നീട് 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാത്തതിനാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പോൾ യേശു നൽകിയ മഹത്തായ പ്രേക്ഷിത ദൗത്യം ഇതാണ്. അപ്പോൾ ക്രൈസ്തവരായിരിക്കുന്ന നാം ഓരോരുത്തരും നാം വിശ്വസിക്കുന്ന ഏകരക്ഷകനായ യേശുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.